പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? കുറെ നാളായി എനിക്കൊരാഗ്രഹം, ഒരു വിനോദയാത്ര നടത്തണമെന്ന്. ആ, സമയവും സൗകര്യവും ഒത്തു വന്നില്ല. ആ, ഒരു മാസത്തെ ലീവ് എടുക്കാം. നാളെ തന്നെ പുറപ്പെടാം. തയ്യാറായിക്കോ. മദ്രാസ്, ബോംബെ, ഡൽഹി, കൽക്കട്ട, ആഗ്ര, കാശ്മീർ എന്ന് വേണ്ട. മലയാറ്റൂർ പെരുന്നാള്, ആലുവ ശിവരാത്രി, തൃശൂർ പൂരം എല്ലാം ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് കണ്ടുകളയാം. 28 കൊല്ലങ്ങളായില്ലേ ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നാണോ? എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ 14 ലോകത്ത് അത്ഭുതങ്ങളും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കും. പറയൂ, ഇപ്പോഴെന്താ സാധിക്കാനുള്ളത്? അത് എന്തിനാ മടിക്കുന്നത്? നിന്റെ ഈ വളകൾ. കഴിയുന്നതും പെട്ടെന്ന് തിരിച്ചു തരാം. ഇല്ലേ രാജേട്ടാ, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി ഈ വളകൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ തരില്ല. ഞാൻ എന്തിനാണ് ഈ വളകൾ ചോദിച്ചതെന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ. നമ്മുടെ മകൻ രമേശിന് വേണ്ടിയാണ്. നീ നിന്റെ അമ്മയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ മക്കളും നമ്മളെ ഓർമ്മിക്കട്ടെ. അവർക്ക് ജീവിതത്തിൽ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരാണുള്ളത്? കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ രമേശ്. നിങ്ങളെ ഈ ബാങ്കിൽ കാഷ്യറായി നിയമിച്ചിരിക്കുന്നു. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. വെരി കൈൻഡ് ഓഫ് യു. ആട്ടെ, 15 വർഷമായി ഒരേ വാടക തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂട്ടി ചോദിക്കുന്നുമില്ല, നിങ്ങളാണെങ്കിൽ കൂട്ടി തരുന്നുമില്ല. എന്നാൽ ഒന്ന് ചെയ്തുകൂടെ? ഈ വീട് നിങ്ങൾ തന്നെ വിലക്കെടുത്തേക്കൂ. തോമസ് സാർ തമാശ പറയായിരിക്കല്ലേ? 60,000 രൂപ ഇങ്ങ് തരണം. നാളെ തന്നെ ഞാനിത് രജിസ്റ്റർ തന്നേക്കാം. എന്റെ തോമസ് സാറേ, നടപ്പുള്ള കാര്യം വല്ലതും പറയണം. താൻ മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? എന്നാൽ ഇത് നടക്കണമെങ്കിൽ വേറൊരു ജന്മം ജനിക്കണം. അല്ല, അതിനുള്ള ഭാഗ്യമുണ്ടായാൽ എന്റെ രാധ ഈ വീട്ടിനുടമസ്ഥയാകും. ശരി, നമുക്കിറങ്ങാം. പോവാ. മോളെ, നബീസോ? കമ്പിയാണോ? അതെ, എന്റെ മോന്റെ ബാപ്പാന്റെയാ. എന്താ വിശേഷം? റംസാൻ വരണുണ്ടെന്നു. അല്ലാ, ഞമ്മളെ മോൻ വരുന്നുണ്ടെന്നാ? 5 വർഷമായിട്ട് ഓൻ ഞമ്മളെ കണ്ണു കിടന്ന് പിടയ്ക്കാണ്. ഒരു ബസമോ? നിങ്ങൾക്ക് എത്ര ബസമോ ഒന്നുമില്ല. ഓൻ വന്നാലും വന്നില്ലേലും നിങ്ങൾക്ക് മാസം മാസം പണം കിട്ടിയാൽ മതിയല്ലോ. ഞമ്മളിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ബന്ധം നൊന്നിരിക്കണത് പഠിച്ചോനല്ലാതെ വേറെ ആര് കാണാൻ? നബീസോ, അന്റെ കണ്ണില് ചോരാന്ന് പറയണതില്ലേ? ഇല്ല, ഞമ്മക്ക് മഞ്ഞപ്പത്ത പിടിച്ചിരിക്കുക. എന്റെ മോന്റെ ബാപ്പ വരുമ്പോ ഈ പൊരന്റെ ഇങ്ങനെ ഇരുന്നാ മതിയാ? പിന്നെ നമ്മൾ എന്താണ് ആക്കേണ്ടതെന്ന് പറ നബീസോ. ഇതിന്റെ അകം മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും കിടക്കുക. അതൊക്കെ ശരിയാക്കണ്ടെന്നു. ആ, നമ്മൾ വെളിയിൽ പോയി വരുമ്പോ ഒരു ജോലിക്കാരനെ വിളിച്ചോണ്ട് ആഹാ, കൊണ്ടുവരും. ഒന്നല്ല 10 ജോലിക്കാരെ കൊണ്ടുവരും. നിങ്ങൾക്ക് എന്താ നഷ്ടം അല്ലേ? ഒരാമ്പൃന്തം മരുഭൂമി കിടന്ന് വേവണുണ്ടല്ലോ. ആർക്കൊരു ചെലവിയും പിന്നെന്തിനാ മടിക്കണത്? എന്റെ പൊന്നു നബീസോ, ഈ നമ്മളിട്ടിങ്ങനെ വേവിക്കാതെ. നിങ്ങൾ ഇവിടെ തിന്നും കുടിച്ചും കാലം കഴിക്കല്ലാണ്ട് എന്തെങ്കിലും ഒരു പണി ഈ പൊരന്റെ അകത്ത് ചെയ്യണുണ്ടോ? കുറെ സിമെന്റും കുമ്മായം വാങ്ങിട്ട് വരും. ജോലിക്കാരി ചെയ്താ ഒന്നും ശരിയാവില്ല. നിങ്ങൾ തന്നെ ചെയ്താ മതി. ആ, പിന്നെ പൊരന്റെ അകം അടിക്കാൻ ഒരു നല്ല ചൂല് വാങ്ങിക്കോളി. നിങ്ങൾ എന്താണ് ദഹിപ്പിക്കണ കൂട്ട് നോക്കണത്? ഇന്ന് പോയില്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് അരിയും മണ്ണെണ്ണയും കിട്ടില്ല. ആ സഞ്ചി ടിന്നും കയ്യിലെടുത്തോളി. ഗുഡ് ഈവനിങ് ഡാഡി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡാഡി. ഗുഡ് ഈവനിങ് ചന്ദ്രൻ. കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്. ഫൈനൽ എക്സാം അടുത്തിരിക്കല്ലേ? എപ്പോഴും ഒരേ വായന തന്നെ. ഞാൻ പോലും അപൂർവമായിട്ടേ കാണാറുള്ളൂ. വെരി ഗുഡ്. ബുദ്ധിയുള്ള കുട്ടികൾ അങ്ങനെയാ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ല എന്നാണോ? പിന്നെ നീ മിടുമിടിക്കല്ലേ. പഠിക്കാത്തവരുടെ ലിസ്റ്റിൽ നമ്പർ 1. ചന്ദ്രൻ ഇരിക്കും. താങ്ക് യു ഡാഡി. ആ, പിന്നെ ചന്ദ്ര, നിന്റെ അച്ഛനമ്മമാരെ നീ ഇതുവരെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നില്ലല്ലോ. പരിചയപ്പെടുത്താൻ ഡാഡി.
ഞാൻ എപ്പോ ചോദിച്ചാലും നിന്റെ മറുപടി ഇതാ. ചന്ദ്ര, നാം പരസ്പരം പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബന്ധത്തിന് നല്ലതാ. നീ ഇന്ന് തന്നെ പോയി അവരോട് പറയണം, നാളത്തെ ആഹാരം ഇവിടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. അച്ഛാ, ഇത് ലക്ഷ്മി ഓട്ടോമൊബൈൽസ് ഓണർ മാധവ മേനോന്റെ ഒരേ ഒരു മകളാണ്. മുതലാളിക്ക് സുഖമാണല്ലോ. മെക്കാനിക്ക് അന്വേഷിച്ചു എന്ന് പറയണം. ആ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിക്കുന്നു. ഓ, വീട് കാണാൻ വന്നതായി. ഐ അണ്ടർസ്റ്റാൻഡ്. എന്റെ ഡാഡി ചന്ദ്രനോട് പറഞ്ഞു നാളെ വൈകിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന്. ഡാഡി ചന്ദ്രനോട് പറഞ്ഞു. എന്തിനാണാവോ? നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാമെന്ന്. ഓ, മകനെ ചന്ദ്രശേഖര, നാളെ വൈകുന്നേരം മെക്കാനിക് രാജൻ മേനോനും കുടുംബവും ലക്ഷ്മി ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മിസ്റ്റർ മാധവ മേനോന്റെ ഭവനത്തിലേക്ക് വിരുന്നുണ്ണാൻ ചെല്ലുമെന്ന് അദ്ദേഹത്തിന്റെ മകൾ രേണുകയോട് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് എന്റെ ലളിതമായ വിരുന്ന് വിരസമായി തോന്നിയിരിക്കില്ലല്ലോ. ഞങ്ങളങ്ങനെ വിരുന്നിനൊന്നും പോകാറില്ല. പിന്നെ മേനോൻ സാറ് വിളിച്ചു എന്ന് പറഞ്ഞപ്പോ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി. സിഗരറ്റ് വേണ്ട, എന്റെ ബ്രാൻഡ് എൻ്റെ കയ്യിലുണ്ട്. ദാ. ഇരിക്കൂ. നിങ്ങളുടെ മക്കളെ വളർത്താനും പഠിപ്പിച്ച് വലിയവരാക്കാനും നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെപ്പോലെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ എന്റെ സുഖവും സന്തോഷവും അതായിരുന്നു. എന്റെ ഒരു ആഗ്രഹം അറിയിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇനി എനിക്കൊരവസരം തരൂ. ചന്ദ്രന്റെ ഉന്നത വിദ്യാഭ്യാസം, ജീവിത സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ ചുമതലകളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായില്ല. ചന്ദ്രൻ എനിക്ക് മകനെ പോലെയാണ്. അവനെ ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യാം. അതിന് അവന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്റെ കൈകൾക്ക് കരുത്തുള്ളിടത്തോളം കാലം അവന്റെ ഭാവി നന്നാക്കാൻ ആരുടെയും സഹായം വേണ്ടിവരും തോന്നുന്നില്ല. ഇത് ദുരഭിമാനമാണ് മിസ്റ്റർ മേനോൻ. ഇവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചന്ദ്രൻ ഇവിടെ എന്നോടൊപ്പം താമസിച്ച് പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്റെ മരുമകൾ ഞങ്ങളോടൊപ്പം എന്റെ വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് ശരി. മിസ്റ്റർ രാജൻ മേനോൻ, എന്റെ മകൾക്ക് താമസിക്കാനുള്ള സൗകര്യം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അതിനുള്ള യോഗ്യത എന്റെ വീട്ടിനുണ്ടെന്ന് എന്നെങ്കിലും ഇവൾക്ക് തോന്നിയാൽ അന്ന് ഇവൾ ഇവിടെ വന്ന് താമസിക്കും. അതുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മകന് വില പറയാനായിരുന്നില്ലേ എന്നെ വിരുന്നിന് ക്ഷണിച്ചത്? മിസ്റ്റർ മേനോൻ, എന്റെ മക്കൾ വിൽപ്പന ചരക്കുകളല്ല. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്തതായി ഈ ലോകത്ത് യാതൊന്നുമില്ല. എന്നാൽ ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കിക്കോളൂ. നടക്കടാ, നടക്കാൻ.